ആദ്യമായി മമ്മൂട്ടിയെ ഇന്റർവ്യൂ ചെയ്ത അനുഭവം പങ്കുവെക്കുകയാണ് RJ രേണു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു. ഞാൻ ക്ലഫ് FM-ൽ ജോലി ചെയ്യുന്ന സമയത്താണ് മമ്മൂക്കായെ ഇന്റർവ്യൂ ചെയ്യുന്നത്. മമ്മൂക്കായെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി വ്യക്തമായ ഒരു അറിവ് വേണം. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റി വേണം. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ലൈറ്റായി സംസാരിച്ചു തുടങ്ങിയത്. ഇത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. മമ്മൂക്ക വന്നിരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നത് കസബ റിലീസിന്റെ അന്ന് രാവിലെയാണ്. 8 മണിക്ക് മമ്മൂക്കയുടെ വീട്ടിലെത്തണമെന്ന് 7 മണിക്ക് എന്നെ വിളിച്ചു പറയുന്നു. എന്റെ വീടും മമ്മൂക്കയുടെ വീടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. മമ്മൂക്കയെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കസബ താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കസബ ഫസ്റ്റ് ഷോ 3 മണിക്ക് നടന്നത്രേ. സിനിമ കാണാതെ ഞാൻ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യും? മമ്മൂക്കയാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളത്രേ. സിനിമയെ റിലേറ്റഡ് ആയി ചോദിക്കണം. എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഒന്നും പറ്റില്ല. മമ്മൂക്ക ഇപ്പോഴാണ് സമയം തന്നിരിക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെ ഇന്റർവ്യൂ ചെയ്തിരിക്കണം. പുതുമുഖ സംവിധായകരെ വെച്ച് ഇപ്പോൾ മമ്മൂക്ക ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് എന്റെ ആദ്യ ചോദ്യം. ഇത് പലരും എന്നോട് ചോദിച്ചതാണെന്ന് പറഞ്ഞ് 4 ചീത്തയും കൂടി എന്നെ പറഞ്ഞു. എന്റെ കൂടെ ക്ലഫ് FM-ൽ നിന്നും വന്ന വേറെ RJ ഉണ്ട്. വേറെ കുറെ ആളുകൾ ചുറ്റുമുണ്ട്. 7-8 പേര് മമ്മൂക്കയെ കാണാനും വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾ കാണുന്നത് എനിക്ക് അപമാനമായി. എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പുള്ളി എന്നോട് ചൂടായി. സിനിമ കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. വെളുപ്പിന് 3 മണിക്കുള്ള ഷോ കാണണമെന്നാണ് മമ്മൂക്ക ഉദ്ദേശിക്കുന്നത്. ഫാൻസ് ഷോ നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും മമ്മൂക്കയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. മമ്മൂക്കയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലായി ഭയങ്കര അടുപ്പമാണ്. പക്ഷേ ഈ ഒരു ചുടവാങ്ങല് നടന്നു കഴിഞ്ഞ് ഞാൻ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ മമ്മൂക്ക കൈയെടുത്തിട്ട് സാരമില്ല. പിന്നെ 3-ാമത്തെ തവണയും മമ്മൂക്കയെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, രേണു പറഞ്ഞു.